Hi students, today we are going to discuss about the linearity of linear transformation. Linearity means if A and B are any two constant and f of t and g of t are functions with Laplace transform capital F of s and g of s respectively, then L of A into f of t plus B into g of t is equal to A into L of f of t plus B into L of g of t. L of f of t means capital F of s. L of g of t means capital G of s. Okay. For linearity of the Laplace transform ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് linearity, linear എന്ന് പറഞ്ഞാൽ എന്താണ്? linear എന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളായിട്ട് കേട്ടതാണ്. എന്താ ലൈൻ ഇക്വേഷൻ, എന്താണ് ലീനായിട്ട് ലൈനിലുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളിവിടെ പറയുന്നത് ലീനിയാരിറ്റി ആണ്. ലീനിയാരിറ്റി എന്താ പറയുന്നത്? ഇഫ് എ ആൻഡ് ബി ആർ എനി ടു കോൺസ്റ്റന്റ് ആൻഡ് എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി ആർ ഫങ്ഷൻസ് വിത്ത് ലാപ്ലാസ് ട്രാൻസ്ഫോം capital F of s and g of s respectively, then എന്താണ് L of, അതായത് എന്താണ് f of t യും g of t ഉണ്ട്. ആ ഫംഗ്ഷൻസ് ലീനിയർ കോമ്പിനേഷൻ ആണ് ഇത്. ഒരു രണ്ട് ആൾക്കാരുടെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അവരെ നമ്മൾ സം ചെയ്യുക അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സം ചെയ്യുക. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലീനിയർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ എന്ത് ചെയ്യാണ്, f of t യും g of t യും നമ്മൾ എന്ത് ചെയ്യാണ്, കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും. ഓക്കെ. ഈ ഒരു ഫംഗ്ഷന്റെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, അവരുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ത് എ പുറത്തെഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, എൽ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി ആണ്. അല്ലെങ്കിൽ എന്താണ് എ ഇൻറ്റു എന്താണ് ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാപ്ലാസ് ട്രാൻസ്ഫോം. ഒരു ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റെപ്രസെന്റേഷൻ ആണ് എന്ത്, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ. അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ എസിലായിരുന്നു ആൻസർ കിട്ടിയിരുന്നത്. 1 ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s, ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s². ഇനി അതേപോലെ എന്താണ്, ഇ റേസ് ടു എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s-e, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ എന്താണ്, എസിലാണ് വരുന്നത്. അപ്പൊ അതിന് നമ്മൾ ഓൾറെഡി എഫ്, സ്മോൾ ലെറ്റർ എഫ് ഇതിന് യൂസ് ചെയ്തുകൊണ്ട് ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് എന്ത് വരുന്നത് ഈ മോഡലില്, അതുകൊണ്ട് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ് ഇതിന് യൂസ് ചെയ്യാറ്. എന്ത് ലീനിയാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഒരു ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു. രണ്ട് ഫംഗ്ഷൻസിനെ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആൻസർ കാണുന്ന സമയത്ത് എന്താ വരുന്നത്, അവിടെ എന്ത് വരുന്നു, അവരുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം, ഫംഗ്ഷന്റെ ഒറ്റക്കുള്ള ലാപ്ലാസ് ട്രാൻസ്ഫോമിന് ആ കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് എന്ത് ചെയ്യുക, രണ്ടാമത്തതിന്റെയും ഒറ്റക്കുള്ള ലാപ്ലാസ് ട്രാൻസ്ഫോമിന് എന്ത് ചെയ്യുക, ആ കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും, അതിന്റെ ആൻസർ ആയതാണ് പറഞ്ഞത്. ഇതാണ് എന്ത്, ലീനിയാരിറ്റി ഇൻ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ ഒരു പ്രൂഫ് ഉണ്ട്. പ്രൂഫ് എക്സാമിന് ചോദിക്കണമെന്നില്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യാണ്, അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ എന്ത് ചെയ്തു, ഇതാണെങ്കിൽ എന്താ വരിക, വി ഹാവ് എന്താണ്, എൽ ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്താണ്, വി ഹാവ് L of f of t is equal to എന്താണ്, L of f of t is equal to integral 0 to infinity e raised to minus st into f of t dt ആണ്. ഓക്കെ. ഇവിടെ ആരാണ്, ഇതാണ്. ഓക്കെ. അപ്പൊ എന്ത് വരും, L of a into f of t plus b into g of t, a into f of t plus b into g of t ആണ്. ഓക്കെ. ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇതാണ്. ഇത് ഓവറോൾ ആയിട്ട് ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ എഴുതുന്ന സമയത്ത് എന്താ വരിക, ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഴുതുമ്പോൾ എങ്ങനെ വരും, ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity e raised to minus st into എന്ത് വരും, ഈ ഫംഗ്ഷൻ അല്ലെ, ഈ ഫംഗ്ഷനാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അപ്പൊ എന്ത് വരും, a into f of t plus b into g of t dt വരും. ഓക്കെ. അതാണ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ഇന്റഗ്രേഷൻ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക, which is equal to integral 0 to infinity e raised to minus st into a into f of t plus എന്താണ്, e raised to minus st into b into g of t dt. ഓക്കെ. which is equal to a എന്ത് ചെയ്യുക, ഈ ഒരു ടേം മാത്രമേ എഴുതാം. എന്ത് വരും, a into ഇന്റഗ്രൽ, ഇന്റഗ്രേഷൻ എന്താണ്, ലീനിയർ ആണ്. ഓക്കെ. ഇന്റഗ്രേഷൻ എന്ത് ചെയ്യാണ്ട് ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ പ്ലസ് 2 പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് വരും, 0 to infinity e raised to minus st into f of t dt പ്ലസ് എന്ത് വരും, ഇതിന്റെ ഇന്റഗ്രൽ. അപ്പൊ എന്ത് വരും, ഇന്റഗ്രൽ 0 to infinity e raised to minus st into b ഉണ്ടാവുക, d പുറത്ത് g of t dt.
ഓക്കെ, ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇത് എന്ന് പറഞ്ഞാൽ ആരാണ്? ജി ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പൊ ഇവിടെ എന്ത് വരും? എ ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും? എൽ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് എന്താണ്? ബി ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ലീനിയാരിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇതാണ് എന്ത്? ലീനിയാരിറ്റി ഓഫ് ദി ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എന്തിനാണ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, യൂസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ അത് കാണും എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ, ഇനി എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫൈൻഡ് the Laplace transform of the functions a cos at b sin at. ഓൾറെഡി നമ്മളിത് മുന്നേയുള്ള ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എന്ത്? സൈൻ എ ടി കോസ് എ ടിയുടെ ഫോർമുല നമ്മൾ എന്ത് ചെയ്യുന്നു? ആൻസർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, കോസ് എ ടിയുടെതും സൈൻ എ ടിയുടെയും വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ആൻസർ നമുക്ക് അറിയായിരുന്നു, എന്താണെന്ന് നമുക്കറിയാം. അത് നമ്മൾ എങ്ങനെയാ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഏത് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എൽ ഓഫ് കോസ് എ ടി വാല്യൂവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൽ ഓഫ് കോസ് എ ടി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity e raised to minus st into cos a t dt എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാണ്? സ്റ്റാൻഡേർഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഫോർമുല അറിയാവുന്നതാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമ്മളിവിടെ ഇത് ലീനിയാരിറ്റി യൂസ് ചെയ്തിട്ട്, ഇത് എക്സാമിന് സാധാരണ ചോദിക്കാതെ യൂസിങ് ലീനിയാരിറ്റി എന്ന് പറയാം. അപ്പൊ ഈ ടെക്നിക്കലേ ചെയ്യാൻ പാടുള്ളൂ. മറ്റേപോലെ സാധാരണ രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ മുന്നേ ക്ലാസ്സിൽ ചെയ്ത് എഴുതി വെച്ച പോലെ എന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യാൻ പാടില്ല. എങ്ങനെ തന്നെ ചെയ്യണം? യൂസിങ് ലീനിയാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയാരിറ്റി യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോ ലീനിയാരിറ്റി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ചെയ്യാൻ പോവാണ്. ഇവിടെ എന്താണ്? we have e raised to I theta is equal to we have e raised to I theta is equal to cos theta plus I sin theta. E raised to I theta is equal to cos theta plus I sin theta ആണ്. ഇത് ഏത് റൂളാണ്? ഓയിലർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് ഓയിലർ ഫംഗ്ഷൻ. e raised to I theta is equal to cos theta plus I sin theta. പ്ലസ് 2 പഠിച്ചതാണ്. അല്ലെങ്കിൽ എന്ത്? e raised to I x is equal to എന്താണ്? cos x plus I sin x എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് പ്ലസ് 2 ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് ഇത്. ഓക്കെ, e raised to I theta is equal to cos theta plus I sin theta. അതുകൊണ്ടാണ് പറഞ്ഞത് we have, നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ്? take theta is equal to 80. Theta equal to 80 implies theta 80 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? e raised to I 80 is equal to എന്താണ്? cos 80 plus I sin 80. ഓക്കെ, ഇനി എന്താണ്? നമുക്കറിയാം e raised to I 80 യുടെ ഫോർമുല അറിയാം. എന്താണ്? L of e raised to 80 എന്തായിരുന്നു? 1 by s minus e ആയിരുന്നു. ഓക്കെ, ഇനി e raised to L of e raised to I80 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? e raised to I80 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? which is equal to 1 by s minus IA എന്നായിരുന്നു. ഓക്കെ, e raised to I80 means 1 by s, കാരണം ഇവിടെ റീപ്ലേസ് ചെയ്യുന്ന a replaced by IA ആണ്. ഓക്കെ, ഇപ്പൊ എന്ത് വരും? 1 by s minus IA. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ ഈ സൈഡിലെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം. ഇത് അറിയാം, പക്ഷെ ലീനിയാരിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് കുറച്ചുകൂടെ ലെങ്തി ആയിരുന്നു. നമ്മൾ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. എൽ ഓഫ് കോസ് എ എൽ ഓഫ് സൈൻ എ ചെയ്യുമ്പോൾ ഇന്റഗ്രേഷൻ പ്രോസസ് കുറച്ചുകൂടെ അധികം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവിടെ എന്താണ്? കുറച്ചുകൂടെ സിമ്പിൾ ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ലീനിയാരിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ചെയ്തതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പൊ അതിലും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫോർമുലയാണ്. എൽ ഓഫ് e raised to I80, എൽ ഓഫ് e raised to 8 ഒക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻസ് ആയിരുന്നു. പക്ഷേ ഈ കോസ് 80യും സൈൻ 80യും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് ചെയ്തതാണ്. കുറച്ച് ഇന്റഗ്രേഷൻ പ്രോസസ് ഒക്കെ കുറച്ചുകൂടെ അധികം ഉണ്ട്. ഓക്കെ, ഒക്കെ ആയിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്
ഈ ലീനിയാരിറ്റി യൂസ് ചെയ്തിട്ട് ചെയ്യുന്നു. ഓക്കെ, ടേക്കിംഗ് ലാപ്ലാസ് ഓൺ ബോത്ത് സൈഡ്, ടേക്കിംഗ് both side implies എന്ത് വരും? L of e raised to iat is equal to L of cos at plus I sin it. ഓക്കെ, ഇനി എന്താണ്? ബൈ ലീനിയാരിറ്റി തിയറം എന്ത് എഴുതാൻ പറ്റും? വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? ഇവിടെ എന്താണ്? എഫ് ഓഫ് ടി അല്ലെ, 1 into എഫ് ഓഫ് ടി പ്ലസ് അല്ലെങ്കിൽ 1 into cos at പ്ലസ് I into sin at ആണ്. അപ്പൊ ലീനിയാരിറ്റി അപ്ലൈ ചെയ്താൽ എന്ത് വരും? 1 ആയതുകൊണ്ട് എഴുതാനൊന്നും ഉണ്ടാവില്ല. L of cos at പ്ലസ് I into L of sin at. എന്തുകൊണ്ടാണ്? നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ലീനിയാരിറ്റി പറയുന്നുണ്ട്. ലീനിയാരിറ്റി എന്താ പറയുന്നത്? L of a into f of t plus b into g of t is equal to എന്താണ്? which is equal to a into L of f of t plus b into L of g of t ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സൈഡ് നമുക്കറിയാം L of e raised to ia. L of e raised to ia എന്ന് പറഞ്ഞാൽ എന്താണ്? iat. അത് ഒരു 1 by s minus ia ആണ് ഫോർമുല. 1 by s minus ia. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സൈഡ് ചെയ്യാം കാര്യങ്ങൾ. ഓക്കെ, അതുകൊണ്ട് അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് റീഅറേഞ്ച് ചെയ്തിരുന്നു. അപ്പൊ ഇതിങ്ങനെ എഴുതാൻ പറ്റും? L of cos at plus I into L of sin at. ഇനി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഇതാണ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 1 by s minus ia. 1 by s minus a. ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. സാധാരണ നമ്മൾ കോംപ്ലക്സ് നമ്പർ പഠിക്കുന്നവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? ഡിനോമിനേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല? കോംപ്ലക്സ് നമ്പർ വെക്കാറില്ല. അതിന് നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്താണ്? കോൺജുഗേറ്റ് കൊണ്ട് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് മാറ്റിയിട്ട് എന്താകും? പ്ലസ് ആകുകയാണ് ചെയ്യുക. അപ്പൊ ഇൻറ്റു s minus ia by s plus ia. s minus ia by s plus ia. സോറി, കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ. അപ്പൊ എന്താണ്? ഇതിന്റെ കോൺജുഗേറ്റ് s plus ia, എന്താണ്? x plus i ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? which is equal to എന്താ വരിക? ഇവിടെ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ s plus ia by ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ഇതെന്താണ്? a minus b into a plus b ആണ്. a minus b into a plus b എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? a minus b into a plus b എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഫോർമുല? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. which is equal to എന്താണ്? a square minus b square. അപ്പൊ a square എന്ന് പറഞ്ഞാൽ എന്താണ്? s square minus എന്ത് വരും? s square minus ആരാണ്? b ആരാണ്? ia ആണ്. അപ്പൊ എന്ത് വരും? ia the whole square. ഓക്കെ, ia the whole square. ഇനി നമുക്ക് ഇവിടെ ചെയ്യാം. which is equal to എന്ത് വരും? ഇവിടെ ചെയ്താല് s plus ia by ഇതെന്ത് വരും? s square മൈനസ് എന്താണ്? ia the whole square. ia the whole square എന്ന് പറഞ്ഞാൽ i square a square. i square എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? i square എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ. i എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് -1. അപ്പൊ i square എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് -1 the whole square which is equal to എന്താണ്? -1. അപ്പൊ ഇവിടെ എന്ത് വരും? -1 വരും. അപ്പൊ -1 എന്തായി? +1 ആയി. പിന്നെ ആരുണ്ട്? a square. ഓക്കെ, a square. ഓക്കെ, എന്തായി? അതിന്റെ ആൻസർ എന്താണ്? s plus ia by s square plus a square. അതെന്താണ്? ഇതാണ് L of cos at plus I into L of sin at is equal to ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? ഇങ്ങനെ നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. a plus b by c equal to എന്താണ്? a by c plus b by c എന്ന് എഴുതാൻ പറ്റും. a by c plus b by c. ഓക്കെ, അപ്പൊ ആ റൂള് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? s by s square plus a square. Okay, plus I into a by s square plus a square. Okay, s square plus a square. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ എന്താണ്? ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. ഇത് ലാപ്ലാസ് ഓഫ് cos at ആണ്. അത് ലാപ്ലാസ് ഓഫ് cos at എന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഒരാളുണ്ടാവും. ഓക്കെ, പിന്നെ എന്താണ്? i into ഇതാണ്. അപ്പൊ എന്താ വരുന്നത്? ശരിക്കും ഒരു കോംപ്ലക്സ് നമ്പർ. ഇവിടെ ഒരാളുണ്ട് പ്ലസ് i into വേറൊരാള്. അപ്പൊ എന്താ? ഇത് a ആണ്, ഇത് b ആണെങ്കിൽ i പ്ലസ് a പ്ലസ് i b എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. ഇപ്പുറത്തെ സൈഡ് ആര് തന്നെയാണ് ഉള്ളത്? ഇതിനൊന്ന്
അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്താ വരാ, ഇവിടെ I വരുവാണെങ്കിൽ എന്ത് വരും, ഇതിങ്ങനെയാണ്. ഓക്കെ, അപ്പൊ എന്ത് വരും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു കോംപ്ലക്സ് നമ്പർ, റൈറ്റ് ഹാൻഡ് സൈഡ് ഒരു കോംപ്ലക്സ് നമ്പർ. അപ്പൊ രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിന്റെ റിയൽ പാർട്ടും ഈക്വൽ ആയിരിക്കും. അതുപോലെ എന്താണ്, ഇമാജിനറി പാർട്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് വരും, ഇതും ഈക്വൽ ആയിരിക്കും, അതുപോലെ ഇതും ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്ത് വരും, L of cos AT is equal to എന്താണ്, S by S square plus A square. L of sin AT is equal to എന്താണ്, A by S square plus A square. ഓക്കെ, ഇത് തന്നെയായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, സാധാരണ മെത്തേഡില് ഇന്റഗ്രേഷൻ യൂസ് ചെയ്തപ്പോ എന്തായിരുന്നു ചെയ്തത്, ഇത് തന്നെയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇന്റഗ്രേഷൻ യൂസ് ചെയ്യാതെ എന്ത് ചെയ്തു, ആരറിയുന്നതുകൊണ്ട്, e⁻IAT യുടെ എന്താ അറിയുന്നതുകൊണ്ട്, ഫോർമുല അറിയുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്തു. അപ്പൊ എന്താണ്, ഇത് നമ്മൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. L of cos AT is equal to S by S square plus A square. Sin AT is equal to എന്താണ്, A by S square plus A square എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, നമ്മുടെ ലീനിയാരിറ്റി യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം. ഇത് മനസ്സിലാക്കിയ എക്സാമിന്, പ്രീവിയസ് ആയിട്ടുള്ള എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഇയറിലുള്ള എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതുപോലെ യൂണിവേഴ്സിറ്റി എക്സാം രണ്ടും ഉണ്ടാവില്ല, ഏതെങ്കിലും ഒന്നും ഉണ്ടാവും. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ, അല്ലെങ്കിൽ യൂസിംഗ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് എന്താണ്, L of cos AT അല്ലെങ്കിൽ L of sin AT. അപ്പൊ നിങ്ങൾ ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യണം. മറ്റേ മെത്തേഡ് നമ്മൾ ഓൾറെഡി മുന്നേയുള്ള ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടൂല, നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. ഇത് തന്നെ ചെയ്യണം, ലീനിയാരിറ്റി അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ചെയ്താൽ മാത്രമേ എന്ത് കിട്ടൂ, നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, പഠിച്ചു നോക്കുക. ഇത്